ഉണ്ണിയപ്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുമല്ലേ? എന്നാൽ ഒരു കിടിലൻ രുചിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കിയാലോ നമുക്ക്? അതും ട്രഡീഷണൽ രീതിയിൽ മൈദയോ റവയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ അരി കൊണ്ടുള്ള നല്ല നാടൻ ഉണ്ണിയപ്പം. 4-5 ദിവസം പുറത്തു വെച്ചാൽ കേടാവാതിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. മാവ് കൂട്ടി വെച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് അരിപ്പൊടിയിലാണ്, വറുക്കാത്ത അരിപ്പൊടിയിൽ. അതിനുവേണ്ടി 2 കപ്പ് പച്ചരി നന്നായി കഴുകി ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത പച്ചരി വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്ത് വെള്ളം തോരാനായി വെക്കണം. 2 കപ്പ് അരി എന്ന് പറയുന്നത് 430 ഗ്രാം ഉണ്ട്. അരിക്ക് കൂടുതൽ നനവ് തോന്നിയാൽ ഇതുപോലെ ഒരു തുണിയിലിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. വെള്ളം നന്നായി തോർന്നു വന്നാൽ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് അരിയിട്ട് കൂടെ 8 ഏലക്കായുടെ കുരുവും കൂടി ഇട്ട് പൊടിച്ചെടുക്കണം. കൂടുതൽ അരി മിക്സിയിലേക്ക് ഇട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കരുത്, പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടില്ല. കൂടുതൽ അരി ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ചെറിയ തരിയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പൊടിച്ചെടുക്കുന്നത്. വലിയ തരിയാണെങ്കിൽ വീണ്ടും പൊടിച്ചെടുത്താൽ മതി. 2 കപ്പ് അരി 3 പ്രാവശ്യം ഇട്ടാണ് പൊടിച്ചെടുത്തത്. അരിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പത്തിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാവാം. ശർക്കര ഉരുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തതായി പഴം ഒന്ന് അരച്ചെടുക്കാം. 2 വലിയ പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. 200 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും കട്ടകളില്ലാതെ അടിച്ചെടുക്കണം. അതിനുശേഷം ഉരുക്കിയെടുത്ത ശർക്കരപ്പാനിയിൽ നിന്നും കുറച്ച് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരച്ചെടുത്ത പഴം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി പാനിലേക്ക് ഇട്ട് നന്നായി തിളപ്പിക്കണം. പഴവും തേങ്ങയും ശർക്കര നീരിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരണം. അതുപോലെ തേങ്ങ കൂടി പോകരുത്. 1-2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ണിയപ്പം 4-5 ദിവസം പുറത്തു വെച്ചാൽ തന്നെ കേടുകൂടാതിരിക്കും. ഇനി ഇത് ചെറു ചൂടോട് കൂടി തന്നെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം പൊടിയുമായി നല്ലപോലെ മിക്സ് ചെയ്യണം. ബാക്കിയുള്ള ശർക്കരപ്പാനി അരിച്ച് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോട് കൂടിയാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നല്ല പോലെ മിക്സ് ചെയ്യണം. മധുരം നോക്കി അതനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് പോലെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ണിയപ്പത്തിന്റെ മാവ് വേണ്ടത്. കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റും. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞു തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി പൊന്തി വരും. ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മാവിലേക്ക് വറുത്തിടാനുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം പാനിലേക്ക് ഇട്ട് പൊട്ടിക്കണം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ പാനിൽ നിന്ന് മാറ്റി 1.5 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ചേർത്ത് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഗോൾഡൻ കളർ ആവുമ്പോൾ പാനിൽ നിന്ന് മാറ്റി 1 ടീസ്പൂൺ എള്ള് പാനിലേക്ക് ഇട്ട് ഉടൻ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. നെയ്യുടെ ചൂടിൽ കിടന്ന് എള്ള് പൊട്ടി വരും, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. എള്ള് പൊട്ടി തുടങ്ങുമ്പോൾ പാനിൽ നിന്നും മാറ്റാം. ഉണ്ണിയപ്പത്തിന്റെ മാവ് കൂട്ടി വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള നെയ്യ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഉണ്ണിയപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോ കുഴിയിലേക്ക് ഒരു സ്പൂണോ ഗ്ലാസോ വെച്ച് ഒഴിച്ചു കൊടുക്കാം. കുഴിയുടെ പകുതി വരെ ഒഴിച്ചാൽ മതി. ഒരു സൈഡ് കളർ ചേഞ്ച് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം വെന്ത് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ടാണ് ഉണ്ണിയപ്പം തയ്യാറാക്കേണ്ടത്. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. പുറമെ ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റും ആണ്. ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്